ഹലോ നമസ്കാരം. താരാസ് വണ്ടർക്ക് ചെറുകളിൽ എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ പാവയ്ക്ക, കയ്പ്പ എന്നൊക്കെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളിവിടെ പാവയ്ക്ക എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയ്പ്പില്ലാതെ എങ്ങനെ തോരൻ വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ പാവയ്ക്കൊക്കെ കിട്ടുന്ന സീസണാണ്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള പാവയ്ക്കാണ് കിട്ടിയേക്കണത്. അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് വരെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വല്ല കീടനാശിനിയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഉപ്പിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു പകുതി സവാള, വലിയ സവാള ആണെങ്കിൽ പകുതി സവാള, പിന്നെ 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പാവയ്ക്ക നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കണത്. സ്ലൈസ് ചെയ്ത് നല്ല കനം കുറച്ചാണ് അരിഞ്ഞേക്കണത്. അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും അരിഞ്ഞെടുക്കാം, വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയായാലും. ഞാൻ മിക്കവാറും പാവയ്ക്ക് ഇങ്ങനെ നീളത്തിലാണ് അരിയാറുള്ളത്. കറി വയ്ക്കുമ്പോഴായാലും ഇങ്ങനെ തന്നെയാണ് അരിഞ്ഞെടുക്കണത്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. എന്നുവെച്ചാൽ ഫോഴ്സ് ചെയ്ത് തിരുമ്മേണ്ട ആവശ്യമില്ല. ഉപ്പെല്ലായിടത്തും പിടിക്കണ വിധത്തിൽ ഒന്ന് നന്നായിട്ട് അമർത്തി തിരുമ്മിയിട്ട് നമുക്കിങ്ങനെയുള്ള ചെറിയ ഹോൾസുള്ളൊരു പാത്രത്തിൽ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലെ കയ്പ്പും ഉപ്പൊക്കെ കൂടി ഊറി വെള്ളം താഴത്തെ പാത്രത്തിലേക്ക് വീണിട്ടുണ്ടാവും. അപ്പോൾ ഇതിലെ കയ്പ്പ് കുറച്ച് ഭാഗമൊക്കെ പോകും. ചിലവരിത് കയ്പ്പ് കളയാതെ തന്നെ തോരൻ വെച്ച് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിക്കാനും കുഴപ്പമില്ല. പക്ഷെ ചെറിയതായിട്ട് ആദ്യത്തെ ഒരു കയ്പ്പ് പോയില്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കളയാറുണ്ട്. അപ്പോൾ അത്രയും വെള്ളം, ഇതിൻ്റെ കയ്പ്പിൻ്റെ വെള്ളവും ഉപ്പും കൂടിയിട്ടുള്ള വെള്ളം അത്രയും പോയി കിട്ടി. പിന്നെ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ പാവയ്ക്കൊക്കെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. തോരൻ വെച്ച് കഴിക്കുമ്പോഴായാലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കയ്പൊന്നും ഒട്ടും അറിയില്ല. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത് കയ്പോടുകൂടി തന്നെ തോരൻ വെച്ച് കഴിക്കണതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ പാവയ്ക്കയുടെ നല്ല സീസണാണ്. എല്ലായിടത്തും പാവയ്ക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ വെച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ സവാള ഒന്ന് പകുതി വാടിയാൽ മതിയാകും, ബ്രൗൺ നിറമൊന്നും ആവണ്ട. അപ്പോൾ തന്നെ നമുക്ക് പാവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ പാവയ്ക്കൊന്ന് വാടിക്കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത നല്ല നീരൊക്കെ ഉള്ള വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതും കൂടി പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ്പ് മാറ്റാനും നമുക്ക് കയ്പ്പുണ്ടെങ്കിൽ തന്നെ അതിനധികം ടേസ്റ്റ് വ്യത്യാസമില്ലാതെ കഴിക്കാനും നമുക്ക് ഈ തക്കാളി ചേർക്കുമ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ തക്കാളിയുടെ പുളിയൊക്കെ ഉള്ള കാരണം പാവയ്ക്കയും തക്കാളിയും കൂടി ചേരുമ്പോൾ നമുക്ക് നന്നായിട്ട് കയ്പ്പ് അധികം ഫീൽ ചെയ്യാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാവയ്ക്കൊക്കെ തോരൻ വയ്ക്കുമ്പോൾ തക്കാളി ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കയ്പ്പ് അധികം ഇല്ലാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഞാനീ പാവയ്ക്കയിലേക്ക് ഉപ്പ് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് മിക്സ് ചെയ്ത കാരണം പിന്നെ ഞാൻ സവാളയിലേക്കും ഒന്നും ഉപ്പ് ചേർക്കാതെയാണ് ഇത് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ടൊന്ന് വാടിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്നും കൂടി ഒരു 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. എന്നാലാണ് തേങ്ങയൊക്കെ ഒന്ന് വാടി വരുള്ളൂ. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് പാവയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ലോണം വാടി അതിൻ്റെ വേവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നല്ല അടിപൊളി പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ പിള്ളേർക്കും പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു തോരനാണ്. തക്കാളിയൊക്കെ ചേർത്തേക്കണ കാരണം തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓണത്തിൻ്റെ സീസണിലൊക്കെ ഇങ്ങനെയൊക്കെ കറി വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു വെറൈറ്റി ആകും.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.